മരണമോ കൊലപാതകമോ എന്ന ചർച്ച ഇപ്പോഴും നടക്കുന്നൊരു സാഹചര്യത്തിൽ ADM നവീൻ ബാബുവിന്റെ കാര്യത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞൊരു ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഓൺലൈൻ ചാനലുകൾ തെറ്റിദ്ധാരണ പരത്തുന്നത് ഒഴിവാക്കണമെന്ന് ആ കുടുംബം ആവർത്തിച്ച ഒരു സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അതിൻ്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്കിലും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മീഡിയ ഗ്രാമം പോലെയുള്ള ഒരു ഓൺലൈൻ ചാനൽ വെച്ച് പുലർത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധത ഇതിലും പുലർത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പറയുകയാണ്. എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം, അതുപോലെ കൈക്കൂലി ആരോപണത്തിലെ ദുരൂഹത ഇവയെക്കുറിച്ച് മൗനമാണ് അവലംബിക്കുന്നത്. ADM മരിച്ച് 5.5 മാസത്തിനു ശേഷം നൽകിയ ഒരു കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ കുറ്റപത്രത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ പ്രകാരം PP ദിവ്യ മാത്രമാണ് കേസിലെ പ്രതി. ഒരുപക്ഷെ ഭാവിയിൽ മന്ത്രി വരെ ആകേണ്ടുന്ന ദിവ്യ, നമുക്കറിയാം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി ടീച്ചറും അതുപോലെ ശൈലജ ടീച്ചറുമൊക്കെ കേരളത്തിന്റെ മന്ത്രിയാകുന്നത് നമ്മൾ പിന്നീട് കണ്ടു. അങ്ങനെ ഒരു പക്ഷേ കേരളത്തിന്റെ മന്ത്രിയാകേണ്ടുന്ന ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കുറ്റപത്രം പ്രശാന്തൻ എന്നൊരു സാധാരണ മനുഷ്യനെ ഒഴിവാക്കണമെങ്കിൽ ആ പ്രശാന്തന്റെ CPM രാഷ്ട്രീയത്തിലുള്ള സ്വാധീനമാണ് ഇവിടെ സംശയിക്കപ്പെടുന്നത്. അവിടെയാണ് ബിനാമി ഇടപാടിനെ പൊതുജനങ്ങൾ സംശയിച്ചു തുടങ്ങിയത്. അങ്ങനെ വീണ്ടും ഒരു സന്ദർഭത്തിൽ ADM എന്നത് കേരള മനുഷ്യ മനസാക്ഷിയുടെ മനസ്സിൽ കുടിയിരുത്തി കഴിഞ്ഞു. ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ ദിവ്യയുടെ പ്രസംഗത്തിന് ആധാരമായ പെട്രോൾ പമ്പ് സംബന്ധിച്ച ദുരൂഹത നീക്കേണ്ടതുണ്ട്. വെറുമൊരു കരാർ ജീവനക്കാരനായ പ്രശാന്തിന്റെ ധനസ്രോതസ് ബുദ്ധിജീവിയൊന്നുമല്ല എന്നുറപ്പിക്കുന്ന, നമ്മൾ കണ്ടതുപോലെ പത്രക്കാർ വരുമ്പോഴൊക്കെ ഉണ്ടായ ഒളിച്ചോട്ടം വരെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നില നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതിയിൽ പ്രശാന്തിന്റെ പേരിലും ഒപ്പിലും സംഭവിച്ച വ്യത്യാസം, മൊഴികളിലെ പൊരുത്തക്കേട്, ഇതൊക്കെ തട്ടിപ്പുകളുടെ കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യം ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നും ഇവയൊന്നും അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നും പറയുമ്പോൾ ആ കുറ്റപത്രം വിമർശിക്കേണ്ടതും പുനഃപരിശോധിക്കേണ്ടതുമാണ് എന്നതിൽ സംശയമില്ല. അവിടെയാണ് അന്വേഷണത്തിൽ വരെ സംശയം നിലനിൽക്കുന്നതും വീണ്ടും മറ്റു അന്വേഷണ ഏജൻസികളുടെ ആവശ്യം, പ്രധാനമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതും. മാത്രമല്ല CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു കണ്ടക്കൈ തൻ്റെ അച്ഛൻ്റെ അനുജന്റെ മകനും അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് അച്ഛൻ്റെ പെങ്ങളുടെ മകനുമാണെന്ന് പ്രശാന്ത് മൊഴിയിൽ പറയുന്നുണ്ട്. എന്നാൽ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ കാര്യം ഈ 2 പേരോടും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ADMന്റെ മരണത്തെ തുടർന്നാണ് ഇരുവരും ഇക്കാര്യം ചോദിച്ചതെന്ന് മൊഴിയിൽ പറയുകയും ചെയ്യുന്നു. പെട്രോൾ പമ്പിന് NOC ലഭിച്ചു എന്നും കൈക്കൂലി കൊടുത്തു എന്നും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ദിവ്യ നിർദ്ദേശിച്ചു എന്നാണ് മറ്റൊരു ദിവസം നൽകിയ മൊഴിയിൽ പ്രശാന്തൻ പറയുന്നത്. ഇതുപ്രകാരം പരാതി ഒക്ടോബർ 11 ബിജുവിന് അയച്ചു കൊടുത്തുവെന്നും 12 ബിജു മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നുമാണ് മൊഴി. ബിജുവിനെ നമുക്കറിയാം, തിരുവനന്തപുരം AKG മന്ദിരത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബിജു കണ്ടക്കൈ. ആ ബിജുവിന് അയച്ചു കൊടുത്തു എന്നും 12 ബിജു മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നുമാണ് മൊഴിയിൽ പറയുന്നത്. ADMനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ 15 ADMന്റെ മരണശേഷമാണ് ബിജുവിനോട് പെട്രോൾ പമ്പ് അപേക്ഷയെക്കുറിച്ച് പറഞ്ഞത് എന്ന മൊഴിക്ക് വിരുദ്ധമാണ് 11 തന്നെ ബിജുവിന് പരാതി അയച്ചു കൊടുത്തു എന്ന മൊഴി. ഇത് പച്ചക്കള്ളമാണ്. അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളികൾക്കും മുഴുവനും സംശയമുള്ള തരത്തിൽ ഒരു കുറ്റപത്രം ഇവിടെ മെനഞ്ഞെടുക്കുമ്പോൾ അതിന് പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്.